മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതുമായുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. രാജ്യത്ത് വൻ രാഷ്ട്രീയ പ്രക്ഷോഭം ആളിക്കത്തുന്നു. എന്നാൽ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും ഇതുവരെ പുറത്തുവന്നിട്ടില്ല. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എന്ത് സംഭവിച്ചു? സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തി ഇമ്രാൻഖാൻ എന്ന പേര്. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും വീണ്ടും ചർച്ചകൾ നടക്കുന്നു. ക്രിക്കറ്റ് താരവും രാഷ്ട്രീയക്കാരനുമായ 72 വയസ്സുള്ള അദ്ദേഹം അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് 2023 മുതൽ ജയിലിൽ തുടരുകയാണ്. അതിനിടയിലാണ് ചില അഭ്യൂഹങ്ങൾ പരക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ വെച്ചു കൊല്ലപ്പെട്ടുവെന്ന വാർത്തകളാണ് നിറയുന്നത്. തടവിലുള്ള സഹോദരനെ കാണാൻ അനുമതി ചോദിച്ചതിന് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് അദ്ദേഹത്തിന്റെ സഹോദരിമാർ പറഞ്ഞു. അതായത് ഇമ്രാൻഖാൻ മരിച്ചതായി സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ച സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാന ട്രെൻഡായി ഈ വിഷയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ കൊല്ലപ്പെട്ടതായാണ് ചില സോഷ്യൽ മീഡിയ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെയാണ് ഈ അഭ്യൂഹങ്ങൾ ആരംഭിച്ചത്. ഇമ്രാൻഖാന്റെ കുടുംബത്തെ ജയിലിൽ കാണാൻ അനുവദിക്കുന്നില്ലെന്നും മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്ത ചൂടുപിടിക്കുന്നത്. അതായത് തടവിലുള്ള ഇമ്രാൻഖാനെ കാണാൻ അനുമതി ചോദിച്ചതിന് അദ്ദേഹത്തിന്റെ സഹോദരിമാരെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പറയുന്നത്. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടതിനാണ് തങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് സഹോദരിമാരുടെ ആരോപണം. മാത്രമല്ല യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പോലീസുകാർ തങ്ങളെ മർദ്ദിച്ചതെന്നും സഹോദരിമാർ പറയുന്നുണ്ട്. ഇമ്രാൻഖാന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെ റോഡിൽ തങ്ങളും പാർട്ടി പ്രവർത്തകരും സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിനിടയിൽ സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെടുത്തുകയോ നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും സഹോദരിമാർ പറയുന്നുണ്ട്. മാത്രമല്ല പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇത്തരം സമീപനമുണ്ടായിട്ടില്ലെന്നും ഇവർ ആവർത്തിക്കുന്നു. പക്ഷേ പ്രതിഷേധ രാത്രിയിൽ തെരുവ് വിളക്കുകൾ അണച്ച ശേഷം പോലീസ് ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടതെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവിക്ക് അയച്ച കത്തിൽ കൂടുതൽ വിവരങ്ങളും സഹോദരിമാർ രേഖപ്പെടുത്തുന്നുണ്ട്. 2023 മുതലാണ് ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ കഴിയുന്നത്. അതിനിടയിലാണ് ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടെന്ന രീതിയിൽ നിരവധി വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഖാന്റെ മരണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നതിനുശേഷം റാവൽപിണ്ടി ജയിലിലേക്ക് ഇരച്ചുകയറിയും പ്രതിഷേധക്കാരും രംഗത്തെത്തി. ഇമ്രാൻഖാൻ തടവിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ നിരവധി പോസ്റ്റുകളും എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വാർത്ത കാട്ടുതീ പോലെ പടർന്നിരിക്കുകയാണ്. താമസിയാതെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.